ഏ ചുച്ചാനല്ല പോയിട്ട് വരാം എല്ലാരോടും. അസ്സലാമു അലൈക്കും. പാത്തുവിൻ്റെ 7ാം മാസ ചടങ്ങിൻ്റെ വീഡിയോ ആണ് ഇട്ടത്. നമ്മളെ നാട്ടിൽ പ്രസവത്തിന് കൊണ്ടുപോവുക, പ്രസവത്തിന് കൂട്ടിക്കൊണ്ടുപോവുക എന്നൊക്കെ പറയും. 7ാം മാസം വരെ അവൾക്ക് സ്പെഷ്യലായിട്ടൊന്നും ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയിട്ടില്ല കേട്ടോ. അപ്പം ഞാൻ അങ്ങനെ വിചാരിച്ചു 7ാം മാസം കൊണ്ടുപോയി കഴിഞ്ഞാലും തിരിച്ചിങ്ങോട്ട് തന്നെ വരും. അപ്പോൾ വന്നു കഴിഞ്ഞാൽ നമുക്കിങ്ങനെ വയറ് കാണാൻ പോകുമല്ലോ. വയറ് കാണൽ ചടങ്ങ് പോലെയൊക്കെ ഒരു 8 മാസമൊക്കെ ആകുമ്പോൾ സ്പെഷ്യലായിട്ട് പല ഐറ്റംസ് ഉണ്ടാക്കിയിട്ട് ഇങ്ങനെ കൊണ്ടുപോകാം എന്നൊക്കെ ഉള്ളത് വിചാരിച്ചു. യൂട്യൂബിലൊക്കെ കണ്ടിട്ടില്ലേ പല ഐറ്റം പലഹാരങ്ങളൊക്കെ അങ്ങനെ ഉണ്ടാക്കി കൊണ്ടുപോകണത്. അപ്പോൾ അത് കാണുമ്പോൾ ഭയങ്കര ആഗ്രഹം കേട്ടോ. അങ്ങനെയൊക്കെ ഇങ്ങനെ പോകുന്നത് ഭയങ്കര രസമല്ലേ. അപ്പോൾ എന്തായാലും പോണീൻ്റെ മുന്നേ എന്തെങ്കിലും സ്പെഷ്യൽ കൊടുക്കണ്ടേ, മധുര ഐറ്റംസ് അങ്ങനെ എന്തെങ്കിലുമൊക്കെ. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ഐറ്റംസ് ഒക്കെ സെറ്റ് ചെയ്യാൻ കേട്ടോ. അത് 7ാം മാസ ചടങ്ങ് നടക്കണതിൻ്റെ തലേ ദിവസമാണ് കേട്ടോ. ഇത് ഫുള്ള് നിഷാദിൻ്റെ പണിയാണ് കേട്ടോ. മാങ്ങ, ബീട്രൂട്ട്, ക്യാരറ്റ് ഇങ്ങനത്തെ ഐറ്റംസുകളൊക്കെ കൊടുത്തിട്ട് ഉപ്പിലിടുന്ന പരിപാടി എപ്പോഴും നിഷാദിന്. അപ്പോൾ അങ്ങനത്തെ ഐറ്റംസ് ഒക്കെ അതേപോലെ കട്ട് ചെയ്ത് റെഡിയാക്കി തന്നു. നല്ല രീതിക്ക് അറേഞ്ച് ചെയ്ത് സെറ്റ് ചെയ്ത് തരുകയും ചെയ്തു കേട്ടോ. കാരണം ഇത് 2 ദിവസം മുന്നേ ഉണ്ടാക്കി വെച്ചിരുന്നു. ഉപ്പൊന്ന് പിടിച്ചാണല്ലോ, സുർക്കി ഉപ്പൊക്കെ ഒന്ന് പിടിച്ചാൻ വേണ്ടിയിട്ട് 2 ദിവസം മുന്നേ ഉണ്ടാക്കി വെച്ചിരുന്നു. എനിക്ക് ഉപ്പിലിട്ട ഐറ്റംസിനോടൊന്നും അത്ര ഇഷ്ടമല്ല കേട്ടോ. പക്ഷെ ഓൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അതുകൊണ്ട് അതെന്തായാലും വേണമെന്നുള്ളേക്കാണ് അത് ഉണ്ടാക്കിയത്. പിന്നെ എൻ്റെ മനസ്സിൽ പൊതിച്ചോറും കൂടി ഉണ്ടായിരുന്നു. അത് എനിക്ക് ഉണ്ടാക്കാൻ പറ്റിയില്ല കേട്ടോ. ഓൾക്കിൻ്റെ ചില കൂട്ടാനുകളൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അതൊക്കെ വെച്ചിട്ട് ചെറിയൊരു പൊതിച്ചോറും കൂടി സെറ്റ് ചെയ്യണമെന്ന് വിചാരിച്ചു. പക്ഷെ അത് എനിക്ക് പറ്റിയില്ല. മധുരമായിട്ട് ഉണ്ടാക്കിയത് കേക്കാണ്. ഗുലാബ് ജാമും കൂടി എൻ്റെ മനസ്സിലുണ്ടായിരുന്നു. പക്ഷെ അതും എനിക്ക് ഉണ്ടാക്കാൻ പറ്റിയില്ല കേട്ടോ. എനിക്ക് തന്നെ ഉണ്ടാക്കി കിട്ടാൻ കുറേ പണിയാണ്. ഫുഡ് ഐറ്റംസുകൾ ഉണ്ടാക്കാൻ കുറേ ടൈം എടുക്കുന്ന ഒരാളാണ് ഞാൻ. ഫസ്റ്റ് ടൈമാണ് കേട്ടോ ഈ ഒരു ഐറ്റം കേക്ക് ഞാൻ ഉണ്ടാക്കുന്നത്. ഞാൻ എവിടെയും നോക്കിയിട്ടല്ല, എൻ്റെ മൈൻഡിൽ ഒരു ഇതിങ്ങോട്ട് തോന്നി ഞാൻ അങ്ങനെ ഉണ്ടാക്കി. മിൽക്ക് കേക്കിൻ്റെ വീഡിയോസ് ഞാൻ കണ്ടുക്കും കേട്ടോ. അപ്പോൾ ഞാൻ ആ ഒരു ഐഡിയയിൽ വെച്ചിട്ട് ചോക്ലേറ്റ് കേക്ക് ഇങ്ങനെ ഉണ്ടാക്കിയെടുത്തതാണ്. നല്ല ടേസ്റ്റ് ഉണ്ടായിട്ടോ. ഞാൻ അവിടെ നിന്ന് ഒരു പീസ് കഴിച്ച് നോക്കിയിരുന്നു. ഇതിൽ ഞാൻ ഫസ്റ്റ് ബ്ലാക്ക് ഫോറസ്റ്റിൻ്റെ കേക്ക് ഉണ്ടാക്കിയെടുക്കുക കേട്ടോ ചെയ്തത്. എന്നിട്ട് അതിലൊരു ലെയർ എടുത്തിട്ട് ഇതേപോലെ വെച്ച് കൊടുത്തു. ഷുഗർ സിറപ്പ് ആക്കി കൊടുത്തു. നെക്സ്റ്റ് ഞാൻ ഒഴിച്ച് കൊടുത്തത് ബ്രൂ കോഫിയുടെ പൗഡർ വെച്ചിട്ട് നമ്മൾ തിക്കായിട്ട് കോൾഡ് കോഫി ഒക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കിയെടുക്കൂലേ, ആ ഒരു സംഭവമാണ് കേട്ടോ ഒഴിച്ച് കൊടുത്തത് ലൂസ് ആക്കിയിട്ട്. പിന്നെ അതാ മിൽക്ക് മേഡും ചോക്ലേറ്റും കൂടിയും വെച്ചിട്ടുള്ള ഒരു സിറപ്പാണ് ഈ ഒഴിച്ച് കൊടുക്കണേ. അത്യാവശ്യം നല്ല രീതിക്ക് തിക്കായിട്ടുള്ള സിറപ്പാണ് കേട്ടോ. സോറി, സിറപ്പ് അല്ല കേട്ടോ, ഒരു ലൂസ് കൺസിസ്റ്റൻസിയിലുള്ള ഗനാഷാണ് നമ്മൾ ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത്. മിൽക്ക് മേഡും ചോക്ലേറ്റും ഒക്കെ നല്ല രീതിക്ക് യൂസ് ചെയ്തിട്ടാണ് കേട്ടോ ഈ ഒരു ഗനാഷ് ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത്. ഈ ഗനാഷ് ഒടുക്കത്തെ ടേസ്റ്റ് ചെയ്യുന്നു കേട്ടോ. ഈ ഒരു സംഭവം സ്കിപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു കേക്കിന് ഈ ഒരു ടേസ്റ്റ് വരില്ല കേട്ടോ. പിന്നെ ഫസ്റ്റ് ടൈം ഉണ്ടാക്കുക ആയതുകൊണ്ട് തന്നെ ചെറിയൊരു ടെൻഷൻ ഉണ്ടായിരുന്നു ഇത് എന്താവും എന്നുള്ളത്. കാരണം നമുക്ക് പറയാൻ പറ്റില്ലല്ലോ. ഇത് കുറച്ച് ടൈം വെക്കുമ്പോൾ ചോക്ലേറ്റ് ഉള്ളതുകൊണ്ട് കട്ടിയാവുമെന്നൊരു പേടി ഉണ്ടായിരുന്നു. പക്ഷെ അങ്ങനെയൊന്നും ഉണ്ടായില്ല കേട്ടോ. നല്ല സോഫ്റ്റ് തന്നെയായിരുന്നു. സിറപ്പ് നല്ല രീതിക്ക് എല്ലായിടത്തും ഒഴിച്ചു കൊടുത്തിട്ട് ഞാൻ ജസ്റ്റ് അതൊന്ന് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു. കുറച്ചധികം നേരം ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു. ആ ഒരു ടൈമിൽ ഞാൻ വിപ്പിംഗ് ക്രീം ഒന്ന് ബീറ്റ് ആക്കി എടുത്തിട്ടുണ്ടായിരുന്നു. ജാർ കേക്കിനുള്ള ഐറ്റംസുകളൊക്കെ ഒന്ന് റെഡിയാക്കി ഉണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു ടൈമൊക്കെ ആ ഒരു സംഭവം ഫ്രിഡ്ജിൽ തന്നെ ഇരിക്കുകയായിരുന്നു കേട്ടോ. പിന്നെ ഇതിൽ കുറച്ച് എനിക്ക് വൈറ്റ് ക്രീമും വേണം, കുറച്ച് എനിക്ക് ഡാർക്ക് ചോക്ലേറ്റ് ഒഴിച്ച ക്രീമും വേണം. അപ്പോൾ ഞാൻ അത് രണ്ടും സെപ്പറേറ്റ് ആയിട്ടൊന്നും ബീറ്റ് ചെയ്യണില്ല. അതല്ലേ ഒരു സൈഡിലായിട്ട് ഈ ഒരു സംഭവം ഒഴിച്ചു കൊടുത്തിട്ട് അതങ്ങോട്ട് ബീറ്റ് ചെയ്തെടുക്കുകയാണ്. വൈറ്റ് വേണ്ട ഭാഗം ഞാൻ ജസ്റ്റ് അവിടെ ബീറ്റർ തട്ടിക്കാതെ അങ്ങനെ ബീറ്റ് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ. നല്ല സ്റ്റിഫ് ആവണ വരെ ഒന്ന് ബീറ്റ് ചെയ്ത് കൊടുത്താൽ മതി. ഈ ക്രീമൊക്കെ ബാക്കി വരുമ്പോൾ പോലും ഞാൻ കേക്ക് ഉണ്ടാക്കില്ല കേട്ടോ. എനിക്ക് ഭയങ്കര മടിയാണ്. ക്രീം ബാക്കി വന്നാൽ ചിലപ്പോൾ ഞാൻ കുറേ സമയം എടുത്ത് വെച്ചതാണ് കളയും. എന്നാലും ബാക്കി ഐറ്റംസ് വാങ്ങി ആ കേക്ക് ഉണ്ടാക്കാൻ ഞാൻ നിൽക്കില്ല. അനുമോൻ എപ്പോഴും പറയുന്നോട് ഒരു കേക്ക് ഉണ്ടാക്കി തന്നൂടെ എന്ന്. ചില സമയത്ത് എനിക്ക് അങ്ങോട്ട് തോന്നണം. അപ്പോൾ ഇന്ന് അനുമോൻക്കും പിന്നെ മാളിക്കുന്നിക്കും ഒരു ജാർ കേക്ക് ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ. കാരണം ഉണ്ടാക്കുന്ന ടൈമിൽ അത് അങ്ങനെ ഉണ്ടാക്കുകയാണെങ്കിൽ നടക്കും. ഞാൻ കുറച്ച് മുന്നേ വീണ്ടും കേക്കിൽ ഇറങ്ങി പുറപ്പെട്ടിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു കേക്ക് ഇനി ഡെയിലി ഉണ്ടാക്കണം, ജാർ കേക്കൊക്കെ ഉണ്ടാക്കി വീഡിയോ ഇടണം, സ്റ്റോറി ഇടണം, സ്റ്റാറ്റസ് ഇടണം. അപ്പോൾ ഓർഡറുകളൊക്കെ കിട്ടും എന്നുള്ളത്. പക്ഷേ എവിടെ മടി കാരണം ഒന്നും നടക്കൂല. അപ്പോൾ ഈ ഒരു സംഭവത്തിലാണ് നമ്മൾ ജാർ കേക്ക് ഉണ്ടാക്കിയെടുക്കുന്നത്. ഇത് പ്ലാസ്റ്റിക്കിൽ വരുന്ന ചെറിയൊരു ബോട്ടിലാണ്. അത്യാവശ്യം ഒരാൾക്ക് നല്ല രീതിക്ക് കഴിക്കാൻ പാകത്തിനുള്ള ക്വാണ്ടിറ്റി ഉണ്ടാവും കേട്ടോ ഇതിൽ. ഇത് പിന്നെ പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ലല്ലോ. കേക്ക് നമ്മൾ ആ ഉണ്ടാക്കിയ കേക്കിൻ്റെ ഒരു ലെയർ എടുത്തതിൻ്റെ ബാക്കി ഭാഗം വരുന്നതിന് കട്ട് ചെയ്ത് എടുക്കുന്നതാണ്. ഓരോന്ന് വെച്ച് കൊടുത്തിട്ട് ലെയറായിട്ട് ക്രീമും സ്പോഞ്ചും ഇങ്ങനെ മാറ്റി വെച്ച് കൊടുക്കുക. ഞാൻ ഫില്ലിങ്സ് ഒന്നും ഇട്ട് കൊടുക്കണില്ല കേട്ടോ. ചോക്ലേറ്റിൻ്റെ ഫില്ലിങ്സ് അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ സിറപ്പ് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. മിൽക്ക് മേഡും നമ്മൾ ചോക്ലേറ്റ് സിറപ്പും കൂടി കൂടിയിട്ടുള്ള സിറപ്പ് അവിടെ ഇവിടെയൊക്കെ ആയിട്ടൊന്ന് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പം ഇനി ഫ്രിഡ്ജിൽ വെച്ചത് കൂടുതൽ നേരം സെറ്റ് ചെയ്യേണ്ടതെന്ന് വിചാരിച്ചിട്ട് ഈ ഒരു സ്റ്റാർ നോസിൽ വെച്ചിട്ട് വലിയ സ്റ്റാർ നോസിൽ വെച്ചിട്ട് ഈ സംഭവം ഒന്ന് ഇങ്ങനെ ചെയ്തെടുക്കുന്നുണ്ട്. ഒരു ഫ്ലവർ പോലെ കിട്ടുട്ടോ. വെറുതെ നമ്മൾ ക്രീം അതിൽ വെക്കാതെ ഇതേപോലെ ചെയ്തെടുത്താൽ ഒന്നുകൂടി കാണാനൊരു ഭംഗിയാണ്. പിന്നെ അതിൻ്റെ മുകളിൽ കുറച്ച് ചോക്ലേറ്റിൻ്റെ ക്രഷ് ചെയ്തതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ നട്ട്സ് എന്തെങ്കിലും കയ്യിലുണ്ടെങ്കിൽ നല്ല രീതിക്ക് ഒന്ന് ക്രഷ് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുകയാണെങ്കിൽ അതും നല്ലതാണ്. നല്ല രീതിക്ക് കടിക്കാനും പിന്നെ കാണാനും ഒക്കെ ഒരു ഭംഗി ഉണ്ടാവും. ഞാൻ എൻ്റെ കയ്യിൽ ഇപ്പോൾ ചോക്ലേറ്റാണ് അവൈലബിൾ ആയിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് അത് ഇട്ട് കൊടുത്തു. പിന്നെ അതുക്കുള്ള സിറപ്പും ഞാൻ റെഡിയാക്കി ഇതേപോലെ ഒരു കുഞ്ഞ് ബോട്ടിലാക്കി വെച്ചേക്കും കേട്ടോ. ഈ ഒരു കേക്കിൽ മെയിൻ ഇതന്നെയായിരിക്കും ഈ ഒരു സിറപ്പ്. ആ കഴിക്കുന്ന ടൈമിൽ ഈ സിറപ്പ് ഒഴിച്ച് കഴിക്കുമ്പോഴാണ് അതിൻ്റെ കറക്റ്റ് ടേസ്റ്റ്
ടേസ്റ്റ് കിട്ടുക. അല്ലെങ്കിലും ടേസ്റ്റ് ഉണ്ടാവും, പക്ഷേ ഇതും കൂടി ആകുമ്പോൾ ഒന്നും കൂടി ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. ഈ കേക്കിൻ്റെ വർക്ക് ഇവിടെ കഴിഞ്ഞിട്ടോ. നമുക്കിതാ കേക്കും സെറ്റായി, സിറപ്പും സെറ്റായി. സിറപ്പ് കൂടുതൽ തണുക്കണ ഭാഗത്ത് വെക്കാൻ പാടില്ല, കാരണം ഫ്രിഡ്ജിലോ അങ്ങനത്തെ ഭാഗത്തൊന്നും വെക്കാൻ പാടില്ല. അത് കട്ട പിടിക്കും. അത്യാവശ്യം ലൂസിലാണ് ഉണ്ടാക്കിയിട്ടുള്ളത്, എന്നാലും കട്ട പിടിക്കും കേട്ടോ. അതിൽ മിൽക്ക് മേഡ്, ചോക്ലേറ്റ് അങ്ങനെയുള്ള ഐറ്റംസ് തന്നെയാണ് അതിൽ. സിറപ്പ് കാര്യങ്ങളൊക്കെ കൊടുത്തുക്കണം. പിന്നെ അതാ ജാർ കേക്കിൻ്റെ മുകളിലും നമ്മൾ ചോക്ലേറ്റ് സിറപ്പും മിൽക്ക് മേഡും ഒക്കെ ആഡ് ചെയ്ത് ഇതേമാതിരി ഫില്ലിങ്സ് ഒക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു. ജാർ കേക്കിൻ്റെ പണി ഇവിടെ ദാ ഏകദേശം സെറ്റായിട്ടോ. ഇതിൽ പാത്തുൻ്റെ ജാർ കേക്കിൽ ഞാൻ വൈറ്റ് ക്രീമാണ് കേട്ടോ യൂസ് ചെയ്തത്, കാരണം മറ്റേത് ചോക്ലേറ്റ് കേക്ക് ആണല്ലോ, അപ്പോൾ ആ ചോക്ലേറ്റിൻ്റെ ടേസ്റ്റ് ആയിരിക്കും. വൈറ്റ് ജാർ കേക്ക് ആകുമ്പോൾ ബ്ലാക്ക് ഫോറസ്റ്റിൻ്റെ ടേസ്റ്റ് ആയിരിക്കും കിട്ടുക. അപ്പോൾ അതായിരുന്നോട്ടെ വെച്ചിട്ട് അത് ചെയ്തു. പിന്നെ നമ്മളെ ചോക്ലേറ്റ് കേക്കിൻ്റെ ക്രീമിൽ ബാക്കി വന്ന ക്രീം വെച്ചിട്ടാണ് അനുമോൻ്റെ ജാർ കേക്കും മാളിക്കുന്നുള്ള ജാർ കേക്കും ഞാൻ ചെയ്തെടുത്തിട്ടത്. അനുമോനിക്കുള്ളത് അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റിയിൽ ഉണ്ടായിട്ടോ. നമ്മൾ ഒരു കണ്ടെയ്നറാണിത്, കിച്ചണിലെ കണ്ടെയ്നർ വെച്ചിട്ടാണ് ഇത് ചെയ്തെടുത്തത്. അത്യാവശ്യം നല്ല രീതിക്ക് ക്വാണ്ടിറ്റി ഉണ്ടായിരുന്നു. അത് ഫുള്ള് അനുമോൻ കഴിച്ച് തീർക്കുകയും ചെയ്തിട്ടോ. ചടങ്ങിൻ്റെ ദിവസം കൊടുക്കാൻ വേണ്ടിയിട്ടല്ല കേട്ടോ സംഭവം ഞാൻ കേക്ക് ഉണ്ടാക്കിയത്. അതിൻ്റെ തലേ ദിവസം രാവിലെ സെറ്റ് ചെയ്യുന്ന വീഡിയോസാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടത്. അന്ന് വൈകുന്നേരം കൊണ്ടുപോയി കൊടുക്കണം എന്നായിരുന്നു എൻ്റെ മനസ്സിൽ, പക്ഷെ എനിക്ക് പോകാൻ പറ്റിയില്ല കേട്ടോ. എനിക്ക് വൈകുന്നേരവും പോകാൻ പറ്റിയില്ല. രാത്രി എല്ലാവരും കൂടുന്ന സമയത്തൊന്ന് പോകണമെന്നുണ്ടായിരുന്നു, പക്ഷെ എനിക്ക് പറ്റിയില്ല. രാത്രി ആവണ വരെ ഞാൻ വെയിറ്റ് ചെയ്തു, ഞാൻ വന്നിട്ട് പോകാം, നമുക്ക് ഒരുമിച്ച് പോകാൻ പറഞ്ഞിട്ട്. പക്ഷെ രാത്രി കുറച്ച് വൈകിട്ടാണ് വെച്ചാൽ വന്ന ടൈമിൽ നിങ്ങൾക്ക് പോകാനും പറ്റിയില്ല. അപ്പോൾ അതുകൊണ്ട് തലേ ദിവസം കൊടുക്കാൻ പറ്റിയില്ല. അതുകൊണ്ടാണ് പിറ്റേ ദിവസം കൊടുക്കണേ. സ്വസ്ഥമായിട്ടിരുന്ന് കഴിക്കണം എന്നുണ്ടെങ്കിൽ തലേ ദിവസം കൊടുക്കണ്ടേ, അപ്പോൾ എനിക്ക് അപ്പോൾ കൊടുക്കാൻ പറ്റിയില്ല. കാരണം അതിങ്ങനെ ആസ്വദിച്ചിരുന്ന് കഴിക്കണം കേക്കും കാര്യങ്ങളൊക്കെ കഴിക്കുമ്പോൾ. തലേ ദിവസം ആരെങ്കിലും വിളിച്ച് കൊടുത്തേക്കാനും പറ്റിയില്ല കേട്ടോ, കാരണം നിഷാവ് വന്നിട്ട് ഞാൻ പോകുന്നുണ്ട് എന്നുള്ള ഒരു പ്രതീക്ഷയിൽ അങ്ങനെ ഇരുന്നു. എന്തായാലും പിറ്റേ ദിവസം നമ്മൾ ചടങ്ങിന് പോകാൻ വേണ്ടി റെഡി ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ സംഭവങ്ങളൊക്കെ ഒന്ന് പാക്ക് ചെയ്യായിരുന്നു. എനിക്ക് ഞാൻ ഉണ്ടാക്കുന്ന കേക്കിനോട് അത്ര അങ്ങോട്ട് താല്പര്യമില്ല കേട്ടോ, കാരണം ഉണ്ടാക്കിയൊരു മടുപ്പ് വരികയല്ലേ. പിന്നെ ഞാൻ ഉണ്ടാക്കുന്ന ഫുഡിനോടാണെങ്കിലും എനിക്ക് അത്ര വലിയ താല്പര്യമൊന്നുമില്ല. ഞാൻ പ്രഗ്നൻ്റ് ആയിരിക്കുന്ന സമയത്തും അങ്ങനെ തന്നെ ഉണ്ടോ. നാടൻ സംഭവങ്ങളിനോടൊക്കെ എനിക്ക് കൂടുതലായിട്ട് താല്പര്യം. പിന്നെ ഓരോരുത്തർ തന്ന ഫുഡും എൻ്റെ മനസ്സിൽ ഇപ്പോഴും ഇങ്ങനെ ഉണ്ട്. നമ്മളിങ്ങനെ എവിടെയെങ്കിലും പോയിട്ട് കഴിക്കണ ആ ഒരു ഫുഡിൻ്റെ ടേസ്റ്റ് ഇപ്പോഴും എൻ്റെ മനസ്സിലുണ്ട് കേട്ടോ. വായൻ്റെ ഇലയിൽ കഴിക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. അങ്ങനെ ഞാൻ വായൻ്റെ ഇലയിൽ അല്ലെങ്കിലും ഫുഡ് കഴിക്കാൻ ഭയങ്കര ഇഷ്ടമുള്ള ഒരാളാണ് കേട്ടോ ഞാൻ. അപ്പോൾ വായൻ്റെ ഇലയിൽ ഒരു പൊതിച്ചോറ് കൂടി പൊതിഞ്ഞ് കൊണ്ടേ കൊടുക്കണം എന്നുണ്ടായിരുന്നു. പക്ഷെ അതിന് മുന്നേ ഞാൻ ബിരിയാണി അങ്ങനെ പൊതിഞ്ഞ് കൊടുത്തയച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ, കാരണം എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു പ്രഗ്നൻ്റ് ആയിരിക്കുന്ന ടൈമിൽ ബിരിയാണി വായൻ്റെ ഇലയിൽ കഴിക്കാൻ. അങ്ങനെ അവൾക്കൊരു ബിരിയാണി അങ്ങനെ പൊതിഞ്ഞ് കൊടുത്തയച്ചിട്ടുണ്ടായിരുന്നു. പ്രഗ്നൻ്റ് ആയിരിക്കുന്ന ടൈമിൽ ചിലപ്പോൾ നമ്മൾ കഴിച്ചുകൊണ്ടിരുന്ന ഫുഡിനായിരിക്കില്ല കേട്ടോ, വേറെ എന്തെങ്കിലും ഫുഡിനായിരിക്കും നമുക്ക് പ്രത്യേകിച്ചും ആഗ്രഹം തോന്നുക. സുനിയറി നിധി റെഡിയായി തീരാത്തതുകൊണ്ട് ഞാൻ നേരത്തെ പോകുന്നുണ്ടോ. അപ്പോൾ അയ്യോ മഴ, നല്ല രീതിക്ക് മഴ ഉണ്ട്. അപ്പം മഴ പെയ്യണതിൻ്റെ മുന്നേ അവിടെ എത്താൻ നോക്കണം. ഇനി ഫുള്ള് നമ്മൾ ഈ റബ്ബർ കൂടിയാണ് പോവുക. അതോ കാണുന്നുണ്ടോയെന്നറിയില്ല. നേരത്തെ പോകണമെന്ന് വിചാരിച്ചതാണ്, പക്ഷെ എവിടേക്ക് മാറ്റി ഒരുങ്ങിയാലും സമയം ഏകദേശം കണക്കിക്കണം. 12 മണി ആയിക്കണു പോകുമ്പോഴത്തേക്കും. സുനിയറി നിധി വരുന്നത് കാണാത്തതുകൊണ്ട് അവൾക്ക് ഒരുങ്ങിയിട്ടില്ല കേട്ടോ. അപ്പം ഞാൻ വേഗം അങ്ങോട്ട് ഓടി. വലിയൊരു കാട് പോലെയാണ്, പക്ഷേ രാത്രി കയറിയാൽ വലിയ കുഴപ്പമൊന്നുമില്ല കേട്ടോ. അപ്പോൾ എന്തായാലും അവിടെ എത്താനായി. ആ മഴയത്തെത്തി നല്ല ചൂടുള്ള ഹോർലിക്സ് ആണ് കേട്ടോ കുടിച്ചത്. നല്ല മഴയൊന്നും ഉണ്ടായിരുന്നില്ല, ചെറിയൊരു ചാറ്റിൽ. കൊച്ചു അപ്പം എത്തിയിട്ടുള്ളൂ. വന്ന് ആദ്യം ഓൻ്റെ വർത്താനാണ് കേട്ടോ കേൾക്കണേ. അപ്പൊ നീ വരും ദിവസങ്ങളിൽ കണ്ടുപിടിക്കുന്നതാണ്. അങ്ങനെയല്ല കേട്ടോ, ഇങ്ങനെ ഒരു തള്ള മറ്റേ കാടുമ്പ മുട്ടായി വെച്ച് കൊടുത്തു. കൊച്ചു പറയണത് വേറെ ഒന്നും അല്ല കേട്ടോ, +1 വരെ ഫസ്റ്റ് ഡേ ആണ്. അപ്പോൾ ആ സമയത്ത് ഓൻ പോയിട്ടില്ലെങ്കിൽ പിന്നെ അതൊരു നഷ്ടം തന്നെയല്ലേ. അപ്പോൾ എന്തായാലും +2 ആയതുകൊണ്ട് തന്നെ മെയിൻ ആവാൻ കിട്ടുന്ന ഒരു അവസരം പാഴാക്കാൻ പറ്റൂല കേട്ടോ. അപ്പോൾ അവിടുത്തെ പോയി വന്ന കഥകൾ പറയുന്നു. അസുവ ഭയങ്കര കമ്പനിയാക്കാറ് കേട്ടോ. ഓൾ എന്ത് തിരക്കുടിച്ച കളിയിലാണെങ്കിൽ നമ്മൾ വിളിച്ചാൽ എത്ര ടൈം വേണമെങ്കിൽ നമ്മുടെ അടുത്ത് വന്നിരിക്കും, അത് കഴിഞ്ഞിട്ട് ഓൾ പോവുള്ളൂ. സുനീറാനി നീതാനി ഞാൻ വെയിറ്റ് ചെയ്തില്ല കേട്ടോ, കാരണം തലേദിവസം കോല് ഇവിടെ തന്നെ അല്ലായിരുന്നു. എനിക്ക് തലേദിവസം വരാൻ പറ്റാത്തതുകൊണ്ട് ഞാൻ പറഞ്ഞു എത്തിയ പടം ഞാൻ പോവാട്ടോ എന്ന് പറഞ്ഞ് നേരെ വിട്ടുട്ടോ. പിന്നെ എന്താ ഫുഡിന്റെ സെക്ഷനൊക്കെ ജസ്റ്റ് ഒന്ന് എത്തി നോക്കിയതാണ്. ചില്ലി ഇവിടെ ഇങ്ങനെ ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. ചിക്കൻ ചില്ലിയും ബീഫിന്റെ പരിപാടിയും അതൊക്കെ തന്നെ ഉള്ളു ഇവിടെ. ഫുഡ് ബിരിയാണി വെച്ച് വാങ്ങുകയാണ്, പിന്നെ പായസം കൂടി ഉണ്ടാക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും സൈഡ് ആയിട്ടുള്ള ഐറ്റംസ് ഒക്കെ ഇവിടെ ഉണ്ടാക്കി ബാക്കി മെയിൻ ഐറ്റം വാങ്ങുകയാണ്. ഞാനിവിടെ എത്തി കുറച്ച് കഴിഞ്ഞപ്പോൾ തന്നെ നല്ല മഴ കേട്ടോ. സച്ചുവാണ് മഴയത്ത് ഓടി വരുന്നത്. നല്ല മഴ എന്ന് പറഞ്ഞാൽ അത്യാവശ്യം നല്ല രീതിയിലുള്ള മഴ ഉണ്ടായിരുന്നു. മഴ തോർന്നില്ലെങ്കിലോ എന്ന് വിചാരിച്ചിട്ട് സുനീറയും നിധിയും സച്ചൊക്കെ ആ മഴയത്താണ് കേട്ടോ വന്നത്. കുടയൊന്നും പിടിച്ചിട്ട് ഒരു കാര്യമില്ല, അത്രയും മഴയാണ് കേട്ടോ. മൂത്തന്മാരൊക്കെ ഇരുന്ന് വരിക്ക് ചീത്താറുണ്ട് കേട്ടോ. മഴ കൊണ്ടേനെ, മഴ കൊണ്ട പനി വരും, ഇപ്പോഴത്തെ പനിയാണെന്നൊക്കെ പറഞ്ഞിട്ട്. കാരണം മഴ തോന്നിട്ട് വന്നാൽ പോരെ, നിധിയാണ് വരുന്നത്. അത്യാവശ്യം നല്ല രീതിക്ക് നിധിയും സുനീറയും നനഞ്ഞിട്ടുണ്ട്. പാത്തുവിന്റെ വീട്ടിൽ നിന്ന് കൊടുക്കുന്ന ബേക്കറി ഐറ്റംസ് ഒക്കെ ഉണ്ട്. മധുര ഐറ്റംസ്, പഴം, ബേക്കറി, അങ്ങനെ ഒരുപാട് ഐറ്റംസ് ഉണ്ടായിരുന്നു. ഒരു പെട്ടി നിറയെ സാധനങ്ങൾ ഉണ്ടായിരുന്നു കേട്ടോ. നിധ നല്ല രീതിക്ക് നനഞ്ഞ് കുളിച്ചിരുന്നു കേട്ടോ. പാത്തുവിന്റെ ഒരു ചുരിദാറും വാങ്ങിയിട്ടു ആള്. പിന്നെ എന്തിനാ ടോർച്ച്? നമ്മളെ ടീം തോറ്റിൻ്റെ ആ ദിവസം തന്നെ ഉണ്ടോ പരിപാടി. അതുകൊണ്ട് തന്നെ നല്ല രീതിക്കുള്ള കളിയാക്കലുകളൊക്കെ നമുക്ക് ഏറ്റുവാങ്ങേണ്ടി വന്നിരുന്നു. അവിടെ എല്ലാവരും കളിയൊക്കെ ഉണ്ട്. അവിടെ കൂടുതലായിട്ടും അർജന്റീനക്കാരായിരുന്നു ഉണ്ടായിരുന്നത്. 5 കപ്പില്ലേ വെറുതെ?
അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ഫുൾ അങ്ങോട്ടും ഇങ്ങോട്ടും കളിയാക്കലും വാദിച്ചലും അങ്ങനെ തന്നെ ഉണ്ടോ. ഞാൻ ഫുള്ളായിട്ടുള്ളതൊന്നും ഇതിലിട്ടിട്ടില്ല. ഞങ്ങൾ അന്നത്തെ ദിവസം ഫുള്ള് തന്നെയായിരുന്നു ചർച്ച. മന്ത്രവാദി ഞങ്ങൾക്കില്ല. ഒരു സെറ്റിന്റെ കളിയാക്കൽ കഴിഞ്ഞ് അടുത്ത സെറ്റ് ഇതാ വന്നിരുന്ന് സച്ചുവിനെ പിടിച്ചിരിക്കണ്ടില്ലേ. സച്ചുവിനാണെങ്കിൽ ഭയങ്കര സങ്കടമാണ് കേട്ടോ. അവനെ പിടിച്ചിരുത്തി കളിയാക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. അന്നത്തെ ദിവസം നല്ല രീതിക്ക് മഴ ഉണ്ടായിരുന്നു. പക്ഷെ അതിന്റെ ബുദ്ധിമുട്ടും കാര്യങ്ങളൊന്നും ഉണ്ടായില്ല. ഫുഡ് കൊടുക്കുന്നത് പുതിയ പേരന്റെ അകത്തായിരുന്നു കേട്ടോ. അതുകൊണ്ട് അതിന്റെ ബുദ്ധിമുട്ടൊന്നും ഉണ്ടായില്ല. മഴയൊന്ന് തോർന്നപ്പോൾ ഞങ്ങൾ നേരെ അങ്ങോട്ട് പോയിട്ടോ. കുഞ്ഞുമണി ഫവാസും വന്നിക്കണു. ഓൽക്ക് ടൊട്ടും പാത്തുവിന്റെ വാപ്പിയും കൂടി കമ്പനി കൊടുക്കുന്നുണ്ട്. കുറച്ച് നേരം ഓലത്ത് വന്ന് ഇന്ന് വർത്താനൊക്കെ പറഞ്ഞ് അങ്ങനെ പോയി. പുതിയ വീടിന്റെ അകത്ത് തന്നെ ടേബിളും കസേരയൊക്കെ സെറ്റ് ചെയ്ത് അവിടെ തന്നെ ഉണ്ടോ ഫുഡൊക്കെ കൊടുക്കുന്നത്. കുറെ ആൾക്കാരുടെ മനസ്സിൽ ഇങ്ങനെ ഒരു ചിന്ത വരും, ഹൗസ് വാമിങ് കഴിയാതെ അതിന്റെ ഉള്ളിൽ ഫുഡ് കൊടുക്കുന്നതിനെ പറ്റിയിട്ടൊക്കെ. അപ്പോൾ അതെന്താ വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ കുഴപ്പമൊന്നുമില്ല എന്നാണ് കേട്ടിരിക്കുന്നത്. കാരണം നമ്മൾ കിച്ചണിൽ കയറി ഫുഡ് ഉണ്ടാക്കിയാൽ കിച്ചണിൽ ഫുഡ് കൊണ്ടുപോയി വെക്കുക അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല കേട്ടോ. പുറത്തുനിന്ന് ഫുഡ് വെച്ച് നമ്മൾ അകത്തേക്ക് വെച്ചതിൽ വിളമ്പി കൊടുത്തു എന്ന് മാത്രമേ ഉള്ളൂ. അതിൽ ഇരിക്ക വിളമ്പ് കഴിക്കുക അത്ര മാത്രമേ ഉള്ളൂ കേട്ടോ ഉണ്ടായിട്ട്. ഫംഗ്ഷൻ്റെ ഇടയിൽ ഒരുപാട് ഫോണുകളുണ്ട് കേട്ടോ. ഞാൻ എടുക്കുന്നുണ്ട്, പാത്ത് എടുക്കുന്നുണ്ട്, പെമ്പിനെടുക്കുന്നുണ്ട്. 3 ചാനലിലേക്കുള്ള വീഡിയോസാണ് ഓടിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ ഞാനിങ്ങനെ 1-2 സ്ഥലത്ത് കണ്ടുകൊണ്ട് വീട് പണി കഴിഞ്ഞിട്ട് ഫുഡൊക്കെ അതിൻ്റെ ഉള്ളിൽ വിളമ്പണതും ഫംഗ്ഷൻ അങ്ങനെ നടത്തുന്നതും ഒക്കെ അതിനൊന്നും കുഴപ്പമില്ല. കാരണം നമ്മൾ പണിക്കാരുണ്ടാവുന്ന ടൈമിൽ ഓൾക്ക് ഫുഡൊക്കെ വിളമ്പി കൊടുക്കുന്നത് ഇതിനകത്ത് തന്നെയല്ലേ. ഓല് പണിക്കാരെല്ലാവരും ഫുഡ് കഴിക്കണത് ഒക്കെ ഇതിനകത്ത് തന്നെ. കിച്ചണെ യൂസ് ചെയ്ത് നമ്മൾ ഫുഡൊന്നും വെക്കണില്ലല്ലോ. അപ്പോൾ പിന്നെ കുഴപ്പമൊന്നുമില്ല കേട്ടോ. കാരണം എത്രയോ പണിക്കാർ നമ്മളെ വീട്ടിൽ നിന്നാണ്ട് ഫുഡൊക്കെ കഴിച്ചിട്ടുണ്ടാവും. അതുകൊണ്ട് തന്നെ ഇങ്ങനെ വീട്ടിൽ ഫംഗ്ഷൻ വെച്ച് കഴിഞ്ഞാൽ വലിയ പ്രശ്നമൊന്നും ഇല്ല എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം കേട്ടോ. ഇനി ബാക്കിയുള്ളതൊക്കെ എങ്ങനെയാണെന്നൊന്നും എനിക്കറിയില്ല. കുറച്ച് ടൈം ഷിനാജും ബാത്തും ഫോട്ടോ എടുക്കാൻ വേണ്ടി അവിടെ വീട്ടിൽ വെക്കുന്നുണ്ട്. നമ്മൾ തൊട്ടടുത്തൊരു വീടുണ്ട്. അവിടേക്ക് ഫോട്ടോസും വീഡിയോസൊക്കെ എടുക്കാൻ വേണ്ടി പോയതായിരുന്നു. നൗഫലിനെ ഇങ്ങനെ നോക്കണമെന്നും വേറെ ഒന്നും അല്ല കേട്ടോ. ഞങ്ങൾ ഫുള്ള് ടീമിനെ പറ്റിയിട്ടുള്ള ചർച്ചയായിരുന്നു. അപ്പോൾ ജയിക്കും തോൽക്കും എന്നുള്ള കളിയാക്കലും കാര്യങ്ങളൊക്കെ ആയിരുന്നു. ഫസ്റ്റ് തന്നെ നമ്മളെ മെയിൻ ഗസ്റ്റുകളെ എത്തിക്കൊണ്ടോ ഫോട്ടോ എടുക്കലും വീഡിയോ എടുക്കലൊക്കെ കഴിഞ്ഞ് വന്നിട്ടാണ് ഫുഡൊക്കെ വിളമ്പിയിട്ടുണ്ടായിരുന്നത്. ഫാത്തുവിൻ്റെ ഷിനാജിൻ്റെയും ഡ്രസ്സിൻ്റെ കളറൊക്കെ സെയിം ആയിരുന്നു കേട്ടോ. ഡ്രസ്സ് അടിപൊളിയായിരുന്നു. പക്ഷേ ലൈറ്റ് കളർ ആവാം എന്നുള്ളത് കുറേ ആൾക്കാർക്ക് അഭിപ്രായങ്ങളുണ്ടായിരുന്നു. അത് പിന്നെ അഭിപ്രായങ്ങൾ എന്തായാലും ഉണ്ടാവുമല്ലോ. ഡ്രസ്സാണെങ്കിലും നമ്മൾ ഫുഡാണെങ്കിലും ഒക്കെ ഫുഡ് അടിപൊളിയെന്നുണ്ടോ. ഫുഡിൻ്റെ കാര്യത്തിൽ ഒരു അഭിപ്രായം പറയല്ല, ഒരു കുറ്റോ കുറവോ ഒന്നും പറയല്ല. അത്രയും അടിപൊളി ഫുഡായിരുന്നു. 2 റൂമിലും ഹാളിലും ആയിട്ടാണ് കേട്ടോ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് എല്ലാവരും ഇരുന്നിരുന്നത്. ചിക്കൻ പൊരിച്ചതും ബീഫ് വരട്ടിയതും ബിരിയാണി ആയിരുന്നു കേട്ടോ. ബിരിയാണിയുടെ ടേസ്റ്റ് എന്താണെന്നറിയില്ല, അത്രക്കും ടേസ്റ്റാണ്. ഇപ്പോൾ ഈ വീഡിയോ എഡിറ്റ് ചെയ്യുന്ന ടൈമിലും കൂടി അങ്ങനെ ഓർമ്മ വരും കേട്ടോ. അത്രയും ടേസ്റ്റ് ആയിരുന്നു. നമ്മൾ എന്തെങ്കിലും പരിപാടിയൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞാൽ അതിൽ നമ്മൾ കൊടുത്ത ഫുഡ് അടിപൊളിയാന്നുള്ളത് മറ്റുള്ളവർ പറയുന്നത് കേൾക്കാൻ ഭയങ്കര ഇഷ്ടേക്കാറ് കേട്ടോ. എൻ്റെ പ്രസവ കൂട്ടൽ ഉണ്ടാക്കിയ സമയത്തും ഫുഡ് അടിപൊളിയാന്നുള്ളത് എല്ലാവരും പറഞ്ഞു കേട്ടോ. പക്ഷെ ഞങ്ങൾ ഹൗസ് വാമിങ്ങിൻ്റെ ഫുഡ് പക്ക പാളിയിരുന്നു. അത് ഞങ്ങൾക്ക് ഭയങ്കര സങ്കടമായിരുന്നു. കാരണം വന്നവർക്ക് ഇഷ്ടപ്പെട്ടില്ല എന്ന് പറയുമ്പോൾ ഇഷ്ടപ്പെടാത്ത വേറെ ഒന്നുമല്ല, 5 പൈസക്ക് ഉണ്ടായിരുന്നില്ല. അതുകൊണ്ടാണ് ഇഷ്ടപ്പെടാതിരുന്നത്. കൊച്ചൊക്കെ ഓടി പണിയെടുക്കുകയാണ്. ഗായ്സ് കുട്ടി നല്ല രീതിക്ക് പണിയെടുക്കുന്നുണ്ട്. പാവം, എന്ത് ചെയ്യാനാണ്. മഴ മാറി വെയിൽ വന്നു എന്ന് കണ്ടപ്പോൾ ഞങ്ങൾ നേരെ മുകളിൽ കയറിട്ടോ എല്ലാവർക്കും കൂടി ഒരു ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട്. പക്ഷെ അത്യാവശ്യം നല്ല വെയിലായതുകൊണ്ട് കണ്ണ് തുറക്കാൻ പറ്റിയിരുന്നില്ല. എനിക്ക് വെയിലാണെങ്കിൽ കണ്ണ് തുറന്ന് ഫോട്ടോസ് എടുക്കാനേ പറ്റില്ല കേട്ടോ. അതാണ് ഞാൻ തിരിഞ്ഞു നിൽക്കുന്നത്. പിന്നെ ഈ ഫോട്ടോയിൽ കണ്ടില്ലേ, കണ്ണ് തുറന്നില്ല ആ ടൈപ്പാണ്. പിന്നെ അത് ഫോട്ടോ എടുക്കാന്ന് കേട്ടാൽ എവിടുന്നാ വരികയെന്ന് കാണൂല. ഓരോ ഫോട്ടോ എടുത്തോണ്ടാന്ന് പറഞ്ഞ് ഓൾതും 1-2 ഫോട്ടോസൊക്കെ എടുത്തു കൊടുത്തിട്ടോ. തിരിച്ചിറങ്ങിയ ടൈമിൽ ഇതാ അടുത്ത സെക്ഷൻ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് ഇരുന്നിക്കണു. അത്യാവശ്യം നല്ല ദൂരമുള്ളതുകൊണ്ട് ഇറങ്ങലധികം വൈകിപ്പിക്കാൻ പറ്റൂല കേട്ടോ. അപ്പോൾ പിന്നെ വേഗം ഫുഡ് കഴിക്കണ്ടേ. എല്ലാവരും കൂടി ഇരുന്ന് ഫുഡ് കഴിച്ചു. ഞങ്ങൾ ഫുഡ് കഴിക്കാൻ വേണ്ടി ഇരുന്ന ആ സമയത്ത് ബാഗും സാധനങ്ങളൊക്കെ പാക്ക് ചെയ്തൊക്കെ ഷിനാജും അല്ലും കൂടിയൊക്കെ കാറിൽ കൊണ്ടുപോയി വെക്കുന്നുണ്ടായിരുന്നു കേട്ടോ. കാർ ഷെഡിന്റെ അവിടെ ഇറങ്ങൂലല്ലോ. അപ്പോൾ സാധനങ്ങളൊക്കെ കുറച്ച് മോൾക്ക് ഇത് അങ്ങനെ കൊണ്ടുപോയി വെക്കണം. അപ്പോൾ എല്ലാ ഐറ്റംസ് ഇങ്ങനെ ഓരോന്നോരോന്നായിട്ട് ഒരു കൊണ്ടുപോയി വെച്ചുകൊണ്ടിരിക്കുകയാണ്. അത് വന്ന് ദുവ കഴിഞ്ഞാൽ പിന്നെ അധികം നേരം നിൽക്കാൻ വേണ്ടി പറ്റൂലല്ലോ. അപ്പോൾ എല്ലാ ഐറ്റംസ് അവിടെ കൊണ്ടുപോയി ഒക്കെ റെഡിയാക്കി വെക്കണം. പിന്നെ ഇതാ പാത്തുവിന്റെ ബ്രദറും കൊച്ചും ഷിനാജും ഒക്കെ ലാസ്റ്റ് ആണോ ഫുഡ് കഴിക്കുന്നത്. ഓ വണ്ടി ഓടിച്ച് ഇത്രയും ദൂരം വന്നതുകൊണ്ട് തന്നെ കടന്ന് ഉറങ്ങിക്കായിരുന്നു. നേരത്തെ എത്തിക്കണു. പിന്നെ ഓല് കടന്ന് ഉറങ്ങിക്കായിരുന്നു. തിരിച്ച് അതേപോലെ വണ്ടി ഓട്ടി പോകണ്ടേ. പുറത്ത് ഉസ്താദ് വന്ന് തോർക്കലൊക്കെ തുറത്തേക്കോണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് സൈലന്റ് ആയി നിന്നു ആ ഒരു ടൈമില്. ഇതൊക്കെ കാണുമ്പോൾ 9 വർഷം മുന്നുള്ള എൻ്റെ ആ ഒരു പരിപാടിയൊക്കെ ഞാൻ ഇങ്ങനെ ആലോചിച്ച് കണ്ടോ. അത്യാവശ്യം നല്ല രീതിയിലുള്ള പരിപാടിയൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ഫോട്ടോസും വീഡിയോസും ഒന്നും അന്നത്തെ ഇതിൻ്റെ കയ്യിലില്ല കേട്ടോ. അത് കല്യാണത്തിൻ്റെ ആണെങ്കിലും പ്രഗ്നൻസി ടൈമിലുള്ളതാണെങ്കിലും ഈ പ്രസവത്തിന് കൊണ്ടുപോകുന്ന ടൈമിലുള്ളതായാലും ഫോട്ടോസും വീഡിയോസും ഒന്നും ഇല്ല. ആരോടൊക്കെ പറയണം, എങ്ങനെയൊക്കെ പറയണം, എല്ലാവരോടും ഒന്നിച്ച് പറഞ്ഞാൽ മതിയല്ലോ എന്നൊക്കെയുള്ള ചർച്ചയിലാണ് കേട്ടോ. ഇറങ്ങാൻ റെഡിയായി നിന്ന ടൈമിലാണ് കേട്ടോ മധുരം കൊടുക്കണില്ലേന്ന് ഞാൻ ചോദിച്ചത്. സത്യം പറഞ്ഞാൽ എല്ലാവരും മറന്നിരിക്കുകയായിരുന്നു. ഞാൻ ആ ടൈമിൽ മധുരം കൊടുക്കണില്ലേ മറന്നോ ചോദിച്ചപ്പോഴാണ് കേട്ടോ എല്ലാവർക്കും ഓർമ്മ. സിനിമ പെട്ടെന്ന് തന്നെ ഷെഡ് ഓടി പാത്തുവിൻ്റെ വീട്ടിൽ നിന്ന് കൊടുക്കുന്ന മധുര ഐറ്റംസ് ഉണ്ടായിരുന്നു. അതിന്ന് കളർഫുൾ ആയിട്ടുള്ള ഈ കുഞ്ഞു ലഡുകളാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. എല്ലാവർക്കും ഓരോന്ന് കൊടുത്ത് അങ്ങനെ പറഞ്ഞാൽ മതി എന്നാണ് പറഞ്ഞത്. എനിക്ക് മധുരത്തിന്റെ കാര്യം ഓർമ്മ വരാനൊരു കാരണം കേട്ടോ. ഞാൻ കൊടുത്തിരുന്ന സമയത്ത് മുട്ടായിയാണ് കൊടുത്തിട്ടുണ്ടായിരുന്നത്. അതും വീട്ടിൽ നിന്ന് കൊടുത്തിന്ന് മുട്ടായി സെപ്പറേറ്റ് നമുക്ക് കൊണ്ടുട്ടോ. അല്ലെ ഇത് കൊടുക്കാനായിട്ട് മുട്ടായി കൊണ്ടും ലഡു മുട്ടായും പ്ലേറ്റിൽ വെച്ചിട്ടാണ്ടോ ഞാൻ എല്ലാവരെയും മുന്നിൽ ചെന്നിരുന്നത്. ഞാനത് മറക്കാത്തത് എന്താ വെച്ച് കഴിഞ്ഞാൽ നിഷായിനെ തെരഞ്ഞ് ഞാൻ കുറേ നടന്നിട്ടോ. ആളെ കാണാനല്ല, ആളെവിടെയോ എന്തോ തിരക്കിലായിരുന്നു. പിന്നെ പുറത്തിറങ്ങിയ ടൈമിലാണ് എനിക്ക് പ്ലേറ്റിൽ മുട്ടായി കൊടുക്കാനൊക്കെ പറ്റിയത്. അപ്പോൾ എനിക്ക് ഭയങ്കര സങ്കടമായിട്ടോ.
ചിരിച്ചാനല്ല പോയിട്ട് വരാം എല്ലാരോടും അസ്സലാമലൈക്കും. അതാ പാത്തു ഇറങ്ങുന്ന ടൈമിൽ അസുവ പോണ്ടാന്ന് പറഞ്ഞാണ്ട് കണ്ടില്ലേ കെട്ടിപ്പിടിച്ച് അങ്ങനെ കരഞ്ഞിരുന്നു കേട്ടോ ആള് വാശി പിടിച്ചും കൊണ്ട്. ഓൾക്കിപ്പോ ഇതെന്താ കഥ എന്നൊന്നും അറിയില്ലല്ലോ. ഓളെ മനസ്സിൽ ഓൾ എന്തിനാ പോണൂന്നേക്കാരം വിരുന്നാണെങ്കിൽ പോണ്ടാറിഞ്ഞാ പോവില്ലല്ലോ. ഞാൻ കല്യാണത്തിന് പുതിയെണ്ണ ഇറങ്ങിയ ടൈമിൽ ചിരിച്ച് കളിച്ച് ടാറ്റയൊക്കെ കാട്ടിട്ടുണ്ട് ഇറങ്ങിയിട്ടുണ്ടായിരുന്നത്. പക്ഷെ ഞാൻ നേരെ ഓപ്പോസിറ്റ് ആയിരുന്നു. പ്രസവക്കൂട്ടലിന്റെ കോട്ടപ്പാടത്ത് മാളിക്കുന്നൊക്കെ തിരിച്ചു പോരുമ്പോൾ ഞാൻ കരഞ്ഞു കേട്ടോ. കല്യാണത്തിന് അങ്ങോട്ട് പോയപ്പോൾ കരയാത്ത ഞാൻ ഇങ്ങോട്ട് വന്നപ്പോൾ കരഞ്ഞു. എന്താണെന്നറിയില്ല, നിഷാനെ വിട്ട് പോരുന്ന ആ ഒരു സങ്കടം കൊണ്ടായിരിക്കും. പിറ്റേ ദിവസം അങ്ങോട്ട് തന്നെ പോയിന്ന് കേട്ടോ. അത് വേറെ കാര്യം. പ്രസവത്തിന് കൂട്ടി കൊടുത്തിട്ട് ഞാൻ വെറും 3 ദിവസമാണ് എൻ്റെ കൂടെ നിന്നത്. പിന്നെ നേരെ അങ്ങോട്ട് തന്നെ പോയിട്ടോ. പിന്നെ ഞാൻ പ്രസവ ടൈം ആയപ്പോഴാണ് തിരിച്ചിങ്ങോട്ട് വന്നത്. കാരണം ഞാൻ കൂടുതൽ ടൈമും അവിടെ തന്നെ ഇരുന്ന് നിന്നിട്ടുണ്ടായിരുന്നേ. ഇവരൊരു 3 മണി ആ ടൈമിലൊക്കെ കണ്ട് ഇറങ്ങിയിട്ടുണ്ടായിരുന്ന. കാരണം അപ്പോഴെങ്കിലും ഇറങ്ങിയാലുള്ളൂ അത്രയും വൈകാതെ അവർക്ക് അവിടെ എത്താൻ വേണ്ടി പറ്റുള്ളൂ. അത്രയും ദൂരമല്ലേ. അവിടുന്ന് ഓളെ ബ്രദറും വാപ്പിയും ഉമ്മയും ഉമ്മിയുടെ ഉമ്മയാണ് കേട്ടോ വന്നിട്ടുണ്ടായിരുന്നത്. ഒരു കാറിൽ അതുപോലെ അത്ര ആൾക്കാരാണ് വന്നിട്ടുണ്ടായിരുന്നത്. കൂടുതൽ ആളുകളൊന്നും വന്നിട്ടുണ്ടായില്ല കേട്ടോ. നമ്മൾ അത്രയും ദൂരം പിന്നെ ആർക്കൊക്കെ ഹോസ്പിറ്റലായിട്ടും പിന്നെ എന്തൊക്കെ തിരക്കുകളൊക്കെ ആണെന്നുള്ള പറഞ്ഞിട്ടുണ്ടായിരുന്നു. എനിക്ക് കറക്റ്റ് ഓർമ്മയില്ല. ഓല യാത്ര അയച്ച് വന്ന കേക്കിന് ചെറിയൊരു പീസ് എടുത്ത് കഴിച്ചിട്ട് ആ ടൈമിലാണ് മുത്തോട്ടം ഫുഡ് കഴിക്കാൻ വേണ്ടി വന്നിട്ടുണ്ടായിരുന്നു. ആ ടൈമിൽ ആൾ എത്തിയിട്ടുണ്ടായിരുന്നു. പിന്നെ എന്തായാലും അടുത്ത മഴക്ക് പിന്നെ നേരെ പെരി പോയി. പുറത്ത് നീ അന്തം മുട്ടൊക്കെ ഉണ്ടായിരുന്നു. ഓളയും വിളിച്ച് നേരെ പെരി പോയിട്ട്. അപ്പോൾ എന്തായാലും വീഡിയോ ഇത്രേ ഉള്ളൂ. നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ.